കോഴിക്കോട് സീറ്റ് പ്രതിസന്ധി ആരോപിച്ചുകൊണ്ട് കെഎസ്യു പ്രവർത്തകർ സമരം നടത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് അവരെ നീക്കം ചെയ്യുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിനും A+ നേടിയിട്ടും +1 പ്രവേശനം ലഭിച്ചില്ല എന്നാരോപിച്ചുകൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ സമരമാണ് കെഎസ്യു പ്രവർത്തകർ. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിപ്പോൾ RDD ഓഫീസിലേക്ക് ഉപരോധം നടത്തിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് കെഎസ്യു പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികളെന്ത് തീരുമാനം ഉണ്ടാക്കുക? അങ്ങനെ ഇറങ്ങാൻ പറ്റൂല. ഇറങ്ങാൻ ഞങ്ങൾ തീരുമാനം ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ തീരുമാനം ഉണ്ടാക്കിയിട്ടാണ്. മലബാർ മേഖലയിൽ വലിയ രീതിയിൽ സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് നിയമസഭയിലടക്കം ഉന്നയിച്ച ഒരു വിഷയമാണ്. എന്തായാലും ഇപ്പോഴത് ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നോണമാണ് ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടാണ് RDD ഓഫീസിലേക്ക് കെഎസ്യു പ്രവർത്തകരും അതുപോലെ തന്നെ സീറ്റ് ലഭിക്കാത്ത മുഴുവൻ വിഷയത്തിലും A+ നേടിയിട്ടുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥികളും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മലബാർ മേഖലയിലുള്ള കുട്ടികളും ഞങ്ങളുടെ കുട്ടികളാണ് എന്ന് സർക്കാർ ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ പോലും ഇങ്ങനെ RDD ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി വന്നിരിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സർക്കാർ ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തണം. കുട്ടികൾക്ക് എത്രയും വേഗം ഈ സീറ്റ് പരിഹാരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് തന്നെയാണ് ഈ ഒരു വിഷയം നമുക്കും പറയാനുള്ളത്. ഇപ്പോൾ കെഎസ്യു പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് മാറ്റുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും 3ാം അലോട്ട്മെന്റ് വന്നതിന് ശേഷം ഒരു പരിഹാരം കാണാം എന്നുള്ളതാണ് RDDയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷെ അത് മതിയോ എന്നുള്ളതാണ് നമുക്ക് ഇനി ചിന്തിക്കേണ്ട കാര്യം. കാരണം മുഴുവൻ വിഷയത്തിലും A+ ലഭിച്ച കുട്ടികൾക്ക് ഇതാണ് അവസ്ഥ എങ്കിൽ മറ്റുള്ള കുട്ടികളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു വിഷമം അതുകൂടി കാണേണ്ടതുണ്ട് സർക്കാർ എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നേരെ നമ്മൾ തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ അവിടെ വീണ്ടും